CMRLന്റെ ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി വിവാദം പുറത്തുവന്ന ശേഷമാണെന്ന് വ്യക്തമായതോടെ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും വാദങ്ങൾ കൂടുതൽ ദുർബലമായി. കരിമണൽ കമ്പനിക്ക് വഴിവിട്ട് സഹായവും ചെയ്തു കൊടുത്തിട്ടില്ലെന്ന വാദമാണ് പുതിയ വെളിപ്പെടുത്തലോടെ വസ്തുതാവിരുദ്ധമെന്ന് തെളിഞ്ഞത്. കേന്ദ്ര നിയമം അനുസരിച്ച് അനുമതി നേരത്തെ റദ്ദാക്കാമായിരുന്നിട്ടും എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യമാണ് സർക്കാരിന് നേരെ ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും CMRLനും ഇടയിലെ മാസപ്പടി ഇടപാട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ സാമ്പത്തിക ഇടപാടാണെന്നും കരാറിന്റെ പേരിൽ കരിമണൽ കമ്പനിക്ക് വഴിവിട്ട സഹായമൊന്നും നൽകിയിട്ടില്ല എന്നുമാണ് സർക്കാരും CPMും ഇതുവരെ ഉന്നയിച്ചു പോരുന്ന വാദങ്ങൾ. ഇതിൽ രണ്ടാമത്തെ വാദത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന വിവരം. മാത്യുക്കുളനാടൻ മാസപ്പടിയിൽ സർക്കാരിനെ ബന്ധിപ്പിക്കുന്ന വാർത്താസമ്മേളനം നടത്തുന്നത് 2023 ഡിസംബർ 14-ന്. കൃത്യം 4 ദിവസം കഴിഞ്ഞ് ഡിസംബർ 18-നാണ് കരിമണൽ കമ്പനിക്ക് നൽകിയ ഖനനാനുമതി വ്യവസായ വകുപ്പ് റദ്ദാക്കുന്നത്. ഈ നടപടി തന്നെ സംശയകരമാണ്. 2019-ൽ ആണവധാതുക്കൾ ഖനനം ചെയ്യാനുള്ള അനുമതി പൊതുമേഖലയിൽ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള കേന്ദ്ര നിയമ ഭേദഗതി വന്നു. എന്നാൽ ഈ ഉത്തരവ് പുറത്തു വന്നിട്ടും കേരളത്തിൽ CMRL നൽകിയ ഖനനാനുമതി റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന ചോദ്യവും സർക്കാരിനെ തിരിഞ്ഞുകൊത്തുന്നു. കേന്ദ്ര ഭേദഗതി വന്നിട്ടും അനുമതി റദ്ദാക്കാൻ കൂട്ടാതിരുന്ന വ്യവസായ വകുപ്പ് മാസപ്പടി വിവാദത്തിന് പിന്നാലെ അനുമതി പിൻവലിക്കുമ്പോൾ ഇതുവരെ ഉന്നയിച്ച വാദങ്ങളെല്ലാം തെറ്റാണെന്ന് വ്യക്തമാവുകയാണ്. ഇതിനെല്ലാമുള്ള കൃത്യമായ മറുപടിയാണ് ഇനി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പാർട്ടി നേതൃത്വവും നൽകേണ്ടത്. കരിമണൽ കമ്പനിക്ക് സർക്കാരിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചില്ലെന്ന് പറയാൻ ഇനി മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കഴിയുമോ? റിപ്പോർട്ടർ, തിരുവനന്തപുരം.